മകളെ 38 പോസ്റ്റുകളിലേക്കാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടേക്കുന്നത്. ഇതിനകത്ത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എത്ര പോസ്റ്റുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? 10 പോസ്റ്റുകളാണ്. 10 പോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവിടെ ആലോചിക്കുക, നിങ്ങൾ എത്ര പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, 3 പോസ്റ്റുകളിലേക്കല്ലേ നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നത്. ഒന്ന്, നമ്മുടെ LDCയുടെ നോട്ടിഫിക്കേഷൻ. 2, സാനിറ്റേഷൻ വർക്കർ. 3, റൂം ബോയ്. അത് പ്ലസ് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം ഉത്തരം ഇല്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുന്നത്? അതായത് എനിക്ക് വേക്കൻസി കൂടിയ പോസ്റ്റുകൾ മാത്രം മതി, ബാക്കിയെല്ലാം ഇത്രയും കാശ് കയ്യിൽ നിന്ന് പോകും, നഷ്ടമാണ്, അങ്ങനെയല്ലേ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത്? എന്നൊരു കാര്യം പറയട്ടെ, ഇത് തന്നെയല്ലേ സത്യത്തിൽ എല്ലാവരും ആലോചിക്കുന്നത്? എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഇത് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ബാക്കി ഇത്രയും കാശ് കയ്യിൽ നിന്ന് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 3 പോസ്റ്റുകൾക്ക് എന്ത് ചെയ്യും? അതായത് LDC, സാനിറ്റേഷൻ വർക്കർ, റൂം ബോയ്, ഇതിന് നന്നായിട്ട് എന്ത് ചെയ്യും? കോമ്പറ്റീഷൻ കൂടും. പക്ഷേ ഈ വേക്കൻസി കുറഞ്ഞ പോസ്റ്റുകളാണെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അപ്ലൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 10 പോസ്റ്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഒരൊറ്റ പ്രിപ്പറേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 10 എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു അവസരം ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഈ നോട്ടിഫിക്കേഷൻസിന്റെ പ്രത്യേകത? ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് സർവീസിൽ കയറണം. ഇത് ഒന്നാമത്തെ ഓപ്ഷൻ. അത് കഴിഞ്ഞ് 2028 29 30 നിങ്ങൾക്ക് സർവീസ് കയറിയാൽ മതി. നിങ്ങൾ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? ഇത് തന്നെയല്ലേ 2025 എനിക്ക് സർവീസ് കയറണം, ഇത് തന്നെയല്ലേ നിങ്ങൾ ചൂസ് ചെയ്യത്തുള്ളൂ? യെസ് ആണ്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, ഈ ദേവസ്വം നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ NDPC നോട്ടിഫിക്കേഷൻ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയിടാം. ഇപ്പോൾ ഈ വർഷം അവസാനം PSCയുടെ ഭാഗത്ത് നിന്ന് വരാവുന്ന നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ്? ഈ വർഷം അവസാനം PSCയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്: 1, നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അത്യാവശ്യം നന്നായിട്ട് നിയമനം നടക്കാം. 3, കമ്പനി ബോർഡ് LGS. 4, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അത് കഴിഞ്ഞ് 5-മതായിട്ട് ബിവറേജ് LD. ഓക്കെ, ബിവറേജ് LD അല്ല, 4-മതായിട്ട് ബിവറേജ് LD. പിന്നെ അത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും? വരും. ഇതിനകത്ത് പ്രധാനമായിട്ടും 2 നോട്ടിഫിക്കേഷൻസ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് LGS. ബാക്കിയെല്ലാം വേസ്റ്റ് നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പൊ ഇവിടെ നോക്കുക, 2025 ഇതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്നു. 2026 ഇതിന്റെ എക്സാം നടക്കുന്നു. 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷം, 2030 വരെ ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഒരു PSC എക്സാമിന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ 2028 29 30 വരെയും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? സർവീസ് കയറുന്ന മതിയോ? നിങ്ങൾക്ക് അത് മതിയോ? പോരാ. നമുക്ക് എന്ത് ചെയ്യണം? ഈ വർഷം നമുക്ക് സർവീസിൽ കയറണം. ഒന്ന് ആലോചിച്ച് നോക്കേ, ഓഗസ്റ്റ് മാസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം അവസാനം തന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നിലവിൽ ഓൾറെഡി ഇത്രയും വേക്കൻസി ഉണ്ട്, നമുക്ക് അപ്പോൾ തന്നെ എന്ത് കിട്ടും? നിയമനം കിട്ടും. ഒരുപക്ഷെ LD-യിൽ ഒരുപാട് ആൾക്കാർ അങ്ങനെയല്ലേ, LD LGS ഒക്കെ നിസ്സാര മാർക്കിന് കയ്യിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു അവസരം കയ്യിൽ നിന്ന് പോയി, ആ ചിന്തയാണ്. അപ്പൊ അവരൊന്ന് ആഞ്ഞു ശ്രമിച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരാള് ഈ LD റാങ്ക് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരെക്കാളും മുന്നായിട്ട്, ഏത് നമ്മുടെ കോമൺ PSCയുടെ LD റാങ്ക് ലിസ്റ്റിനകത്തുണ്ടെങ്കിൽ അവരെക്കാളും മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ആഞ്ഞു പഠിച്ചോ. 2025 അവസാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നോക്കാം, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 10 പോസ്റ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ വന്നേക്കുന്ന 38 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. 1, നമ്മുടെ LDC ആണ്. ഓക്കെ, LDC ഫസ്റ്റ് കാറ്റഗറി നമ്പർ എത്രയാണ്? കാറ്റഗറി നമ്പർ വന്നിട്ട് 01/2025. ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. മക്കളെ ഓർത്തിരിക്കുക, ഈ എല്ലാ നോട്ടിഫിക്കേഷൻസിലും, ഞാൻ ഈ പറയാൻ പോകുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിന്റെയും ഏജ് ലിമിറ്റ് എങ്ങനെയാണ്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. OBC ആണെങ്കിൽ 3 വർഷം ഇളവ് കിട്ടും. SC ST ആണെങ്കിൽ 5 വർഷം ഇളവ് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 2/1/1986 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC ST ആണെങ്കിൽ 2/1/1984 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. LDCയുടെ സാലറി വന്നിട്ട് 26,500 മുതൽ 60,700 വരെയാണ് സാലറി വരുന്നത്. 36 വേക്കൻസി നിലവിലുണ്ട്.
ക്വാളിഫിക്കേഷൻ എന്താണ്? +2 പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് കാറ്റഗറി നമ്പർ 03/2025 സാനിറ്റേഷൻ വർക്കർ. ദെൻ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി 23,000 മുതൽ 50,200 വരെയാണ് സാലറി വരുന്നത്. 116 വേക്കൻസി ആണ് ആകെ ഉള്ളത്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഎലിജിബിലിറ്റി കാണിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി? SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് ഇക്വാലൻസി കൊടുത്താൽ മതിയാകാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 06/2025 ലിഫ്റ്റ് ബോയ്. അവിടെ സാലറി വരുന്നത് 23,000 മുതൽ 50,200 വരെയാണ്. 9 വേക്കൻസിയാണ് നിലവിലുള്ളത്. നെക്സ്റ്റ് നാലാമത്തെ പോസ്റ്റ് ഏതാണ്? കാറ്റഗറി നമ്പർ 07/2025 റൂം ബോയ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റ് വരുന്നു. സാലറി 23,000 മുതൽ 50,200 വരെയാണ്. 118 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ക്വാളിഫിക്കേഷൻ 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ ലാംപ് ക്ലീനർ ആണ്. ഓക്കെ, ലാംപ് ക്ലീനർ. ലാംപ് ക്ലീനർ സാലറി എത്രയാണ്? 23,000 മുതൽ 50,200 വരെയാണ്. ദെൻ 8 വേക്കൻസി നിലവിലുണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്ത നോക്കുക, ആറാമത്തെ നോട്ടിഫിക്കേഷൻ ആയ. ഈ വനിതകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പുരുഷന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു പോസ്റ്റ് ഏതാണ്? ആയാണ്. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വരുന്നത്. 6 വേക്കൻസിയാണ് ആകെ ഉള്ളത്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. സാലറി എത്രയാണ്? 23,000 മുതൽ 50,200 വരെയാണ് സാലറി വരുന്നത്. ഓക്കെ അല്ലേ? 6 പോസ്റ്റുകൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, കാറ്റഗറി നമ്പർ 01, 03, 06, 07, 14 പിന്നെ 30. അടുത്ത് നോക്കുക, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 31/2025. കാറ്റഗറി നമ്പർ 31/2025 ഓഫീസ് അറ്റൻഡന്റ്. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വരുന്നത്. അവിടെ 2 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ 7th പാസ് ആണ്. ലാംപ് ക്ലീനർ, റൂം ബോയ്, ലിഫ്റ്റ് ബോയ്, സാനിറ്റേഷൻ വർക്കർ ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് ക്വാളിഫിക്കേഷൻ എന്താണ്? 7th പാസ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കാറ്റഗറി നമ്പർ 31/2025. അടുത്ത കാറ്റഗറി നമ്പർ 32/2025 സ്വീപ്പർ ആണ്. ഓക്കെ, സ്വീപ്പർ. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വരുന്നത്. ദെൻ 2 വേക്കൻസിയാണ് ആകെ ഉള്ളത്. നെക്സ്റ്റ് 9ാമത് വരുന്നത് ലാബ് അറ്റൻഡർ ആണ്. ലാബ് അറ്റൻഡറിന്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് എത്രയാണ്? ലാബ് അറ്റൻഡറിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10th പാസ് ആണ് കേട്ടോ ക്വാളിഫിക്കേഷൻ വരുന്നത്. 10ാം ക്ലാസ് പാസ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1 വേക്കൻസി ഉണ്ട്. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഈ വേക്കൻസി വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അവസാനമായിട്ട് കാറ്റഗറി നമ്പർ 34/2025 ലോവർ ഡിവിഷൻ ക്ലർക്ക്. 2 ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഒന്ന് നോർമൽ ഗുരുവായൂർ ദേവസ്വം ബോർഡും, 2 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അതിൽ അവസാനമായിട്ട് പറഞ്ഞത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വരുന്ന പോസ്റ്റിലേക്കുള്ള ഒഴിവാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. കാറ്റഗറി നമ്പർ 34/2025. അവിടെ 1 വേക്കൻസിയാണ് ആകെ ഉള്ളത്. സാലറി 26,500 മുതൽ 60,700 വരെയാണ്. ആലോചിച്ച് നോക്കുക, ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 10th പാസ് ആണ് ക്വാളിഫിക്കേഷൻ കേട്ടോ. അങ്ങനെ ഈ 10 പോസ്റ്റുകളിലേക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ഈ 10 പോസ്റ്റുകൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യാം. ഇവിടെ സിലബസ് എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നോക്കി, എല്ലാവരും പറയുന്നത് നിങ്ങൾ പഴയ വേറെ ചാനൽസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പണ്ടത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സിലബസ് ആണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ KDRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കിടക്കുന്നത് ഈ കാണുന്ന 2ാമത് കിടക്കുന്ന സിലബസ് ആണ്. മലബാർ ദേവസ്വം ബോർഡ് LDCയുടെ സിലബസ് ആണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നോക്കി എന്ത് ചെയ്യുക? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സിലബസ് മാറുകയാണെങ്കിൽ ആ മാറ്റം നമുക്ക് എന്ത് ചെയ്യാം? അവസാനം നമുക്ക് പഠിക്കാം. ഇവിടെ എങ്ങനെയാണ് LDCയുടെ സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് നോക്കി. GK വന്നിട്ട് 60 മാർക്കാണ്. GK 60 മാർക്ക്, ഇംഗ്ലീഷ് വന്നിട്ട് 10 മാർക്ക്, മാത്സ് വന്നിട്ട് 10 മാർക്ക്, മലയാളം വന്നിട്ട് 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ട് 10 മാർക്ക്. അതായത് 3 പോസ്റ്റുകളിൽ ഈ സിലബസ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫോളോ ചെയ്യുക. 3 പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ 1 ഗുരുവായൂർ ദേവസ്വം ബോർഡ് LD, 2 ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ LD. ഇവിടെ ഈ സിലബസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ലാബ് അറ്റൻഡർ ഈ മാർക്ക് പാറ്റേൺ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഈ 3 പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സിലബസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇംഗ്ലീഷ് ഉൾപ്പെടെ വരുന്ന ഈ സിലബസ് ഫോളോ ചെയ്യാം. അത് കഴിഞ്ഞാൽ 7th പാസ് ക്വാളിഫിക്കേഷനകത്ത് ഏത് വരത്തില്ല? ഇംഗ്ലീഷ് വരത്തില്ല. അവിടെ ബാക്കിയുള്ള ഈ കാണുന്നതാണ് അവിടെ സിലബസ് വരുന്നത്. GK, മാത്സ്, റീസണിങ്, പിന്നെ സ്പെഷ്യൽ ടോപ്പിക്, അത് കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷ മലയാളം. ഇതാണ് 7th പാസ് ക്വാളിഫിക്കേഷന്റെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 10 പോസ്റ്റുകളിൽ എല്ലാവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്
ഈ എക്സാമിന്റെ പ്രത്യേകത. ഹിന്ദുസിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കോമ്പറ്റീഷൻ എങ്ങനെയാണ്? കുറവാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു തകർപ്പൻ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ബാച്ചിന്റെ പ്രത്യേകത എന്നറിയാം? നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനത്തെ ക്ലാസ്സസ് എന്നറിയാം? നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ക്വാളിറ്റി ഇല്ലേ, ഈ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ ക്വാളിറ്റി. സ്റ്റുഡിയോ മീൻസ് എങ്ങനെയാണ്? നമ്മുടെ ഡിജിറ്റൽ ബോർഡുള്ള ആ സ്റ്റുഡിയോ ക്വാളിറ്റി. ആ ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഫുള്ള് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാക്കൽറ്റീസിന് നമ്മൾ വീട്ടിലിരുന്ന് ക്ലാസ് എടുക്കാൻ എന്ത് കൊടുത്തിട്ടില്ല, പ്രൊവിഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ എന്ത് ചെയ്യും? ക്വാളിറ്റി നന്നായിട്ട് കുറയും. ഇപ്പോൾ നിങ്ങൾ ചില ചാനൽസ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ OBSലാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഇങ്ങനെ ഒരു മായാവിയായിട്ട് പകുതി മാഞ്ഞ്, മുടിയൊക്കെ കുറെ അങ്ങ് പോയി, കുറെ മാഞ്ഞ്, അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് വീഡിയോ ക്വാളിറ്റി വേണം, ഓഡിയോ ക്വാളിറ്റി വേണം, നല്ല കണ്ടന്റ് ക്വാളിറ്റി വേണം. മാത്രമല്ല ഓരോ എക്സാമിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്താണെന്നറിയാം? നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ സോൾവ് ചെയ്യും. അതായത് ഇന്നെലിജിബിലിറ്റി കാണിക്കുന്ന ആയിക്കോട്ടെ, പ്രൊഫൈൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന ആയിക്കോട്ടെ, നമുക്ക് അറിയാവുന്നതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പക്ഷേ ബാക്കി ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എക്സാമിനെ കുറിച്ച് അറിയാൻ ചാൻസ് വളരെ കുറവാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അതിനകത്ത് ഈ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇൻഎലിജിബിലിറ്റി കാണിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, EWS കോമൺ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ ഓരോ എക്സാമിനെ കുറിച്ചും ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവ് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. ഏറ്റവും നല്ല ക്ലാസ്, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം ലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോബബിലിറ്റി കൂടുതൽ വരുന്ന ജനറേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ഒരു മെന്റർഷിപ്പ്, മോട്ടിവേഷൻ സെഷൻസ്, ഫുൾ സിലബസ് കവറേജ് നമ്മൾ ഗ്യാരണ്ടി തരികയാണ്. അതിനുശേഷം ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, അങ്ങനെ പറ്റുന്നതെല്ലാം, മനുഷ്യ സാധ്യമായതെല്ലാം നിങ്ങളുടെ വിജയത്തിനായിട്ട് നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ. ഒരു തകർപ്പൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ LDC ബാച്ചും ഉണ്ട്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത, നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മൈക്രോ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് എളുപ്പമാക്കാനായിട്ട്, ഒന്ന് റിവിഷൻ കൊടുക്കാനായിട്ട്, പെട്ടെന്ന് മനസ്സിലിരിക്കാനായിട്ട് ഇതേപോലെ മൈക്രോ നോട്ട്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും താമസിക്കാതെ നിങ്ങൾക്ക് വന്നു തുടങ്ങാം. അങ്ങനെ എല്ലാമായിട്ടും നമ്മുടെ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. എല്ലാവർക്കും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഉറപ്പ് തരാം, ദ ബെസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8281223366. ഓക്കെ. ഇതാണ് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ വരുന്നത്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ എങ്ങനെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ എല്ലാവരും ഈ 10 പോസ്റ്റുകളിൽ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. ഈ വർഷം അവസാനം നിങ്ങൾ സർവീസിലേക്ക് കയറിയിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.